30 ദിവസം പിന്നിടുമ്പോഴും ഭീകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് എവിടെയും ഉള്ളത്. പേരിൽ മാത്രം പുഞ്ചിരി ഒതുക്കിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് നിന്ന് കണ്ണീർ കാഴ്ചകളുടെ നേർചിത്രങ്ങളുമായി ന്യൂസ് 18 സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഉത്ഭവസ്ഥാനമായ വെള്ളാർമലയ്ക്ക് സമീപം പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ്. ഈ നാടിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഇപ്പോൾ പേരിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ബാക്കിയെല്ലാം കണ്ണീർ കാഴ്ചകളും കണ്ണീരോർമ്മകളുമാണ്. എനിക്ക് പിന്നിൽ അവിടെ കാണുന്ന ആ വീടുകൾക്ക് സമാനമായി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് 50ഓളം വീടുകൾ നിരനിരയായി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ദയനീയമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും ഇരുമ്പ് കമ്പികളും വീട്ടിലെ വീട്ടുപകരണങ്ങളും തകർന്നടിഞ്ഞു കിടക്കുന്ന സാഹചര്യം. വാഹനങ്ങളൊക്കെ കളിപ്പാട്ടങ്ങൾക്ക് സമാനമായി തകർന്ന് വലിയ പാറക്കല്ലുകൾക്കിടയിൽ കിടക്കുന്ന ദയനീയമായ കാഴ്ച എനിക്ക് ചുറ്റും കാണാൻ കഴിയും. ഇവിടെ നിന്ന് മുകളിലേക്ക് മുഴുവൻ ഇത് തന്നെയാണ് സാഹചര്യം. ഇത്ര വലിയൊരു മഹാദുരന്തത്തിന്റെ ഉത്ഭവം നടന്ന സ്ഥലം ഈ മഞ്ഞിന് അപ്പുറം, ആ മഞ്ഞ് മൂടിയിരിക്കുന്ന സ്ഥലത്തിനപ്പുറം വെള്ളാർമലയുടെ ചെറിയൊരു ഭാഗത്താണ്. വലിയ പച്ചപ്പിനിടയിലെ ചെറിയൊരു ഭാഗം. അവിടെ ഇങ്ങ് അടർന്നു പോന്നിട്ടാണോ ഇങ്ങനെ 2-3 നാട്, 2 ഗ്രാമങ്ങൾ ഒലിച്ച് മണ്ണിൽ ചേർന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നത് ആർക്കും അങ്ങ് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഇതുവഴി നേരത്തെയും ഈ ഇരുവഞ്ഞിപ്പുഴയുടെ ഒരു ഭാഗം ഒഴുകുന്നുണ്ടായിരുന്നു, വളരെ ശാന്തമായി. പക്ഷേ അതിനിങ്ങനെയൊരു രൗദ്രഭാവം കൈവരുമെന്നോ, ആ രൗദ്രഭാവത്തിൽ ഈ നാട് ഒന്നടങ്കം അഴുക്ക് ചാലിൽ മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്ന പോലെ കുത്തി ഒഴുകി പോകുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ആരും സങ്കല്പിച്ചിരുന്ന കാര്യമല്ല. പക്ഷേ 1 മാസം പിന്നിടുമ്പോഴും ആ ഭീകരമായ ദിനത്തിന്റെ കഴിഞ്ഞ മാസം 30-ാം തീയതി പുലർച്ചെ 1:46 സംഭവിച്ച ആ ഉരുൾപൊട്ടലിന്റെ മഹാദുരന്തത്തിന്റെ നടക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഈ നാടും അവശേഷിക്കുന്ന മനുഷ്യരും ഇപ്പോഴും മുക്തരായിട്ടില്ല. ഒരുപക്ഷെ വലിയ പ്രകൃതി രമണീയമായ, പ്രകൃതി ഭംഗി ആർജിച്ച ഹരിത വർണ്ണാഭമായ ഒരു സ്ഥലമായിരുന്നു ഈ പുഞ്ചിരിമട്ടം. ഇതിന് തൊട്ട് സമീപത്തായി ആ തേയിലത്തോട്ടങ്ങളും വനപ്രദേശങ്ങളും ഒക്കെയുണ്ട്. അതിന്റെ എല്ലാ മനോഹാരിതയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും കഴിയുകയുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രകൃതി മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലത്തുകൂടി മാത്രം ഉരുൾ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന ദയനീയമായി ഒരു പെൺകുട്ടി 3 ആഴ്ച മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യം അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വേദനയായി, ഒരിക്കലും മറക്കാത്തൊരു വേദനയായി അവശേഷിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം സ്നേഹത്തോടെയായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും സഹോദരങ്ങളെ പോലെയായിരുന്നു. അത്രയ്ക്ക് സ്നേഹത്തോടെ കഴിഞ്ഞ 29-ാം തീയതി രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യരാണ് പിന്നീട് ഒരിക്കലും ഉണരാത്ത തരത്തിലേക്ക് ഈ മഹാദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങളായി മാറിയതെന്ന് വിതുമ്പുന്ന ആ കണ്ണുകളുമായി എന്നോട് പറഞ്ഞ ആളുകൾ അവര് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. കാരണം ഇത് മുഴുവൻ വിജനമായി. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി ജീവനിൽ കൊതിയുള്ള മനുഷ്യർ രക്ഷ തേടി ബന്ധുവീടുകളിലും സർക്കാർ ഒരുക്കിയ വാടക വീടുകളിലുമൊക്കെ അഭയം തേടിയിരിക്കുകയാണ്. ഈ നാടിനെ അതിന്റെ പഴയ മനോഹാരിതയിലേക്ക് ഇനി എങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നതൊക്കെ വെറും സാങ്കല്പികമായ ചോദ്യം മാത്രമായി മാറും ഇപ്പോൾ. കാരണം അതിനെ അങ്ങനെ ഇനി തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. ഇപ്പോഴും വലിയ തരത്തിൽ മഴ തിമിർത്ത് പെയ്യുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ, അവശേഷിക്കുന്ന ആളുകളുടെ, തോട്ടം തൊഴിലാളികളിലേക്ക് ചങ്കിടിപ്പ് കൂടുകയാണ്. ഇനിയും പ്രകൃതി തങ്ങളോട് കലുഷിതമായ രീതിയിലുള്ള പെരുമാറ്റം തുടരുമോ, അതിന്റെ ബാക്കി പത്രമായി തങ്ങൾ മാറുമോ? ഈ വേദനയൊക്കെ, ഉൾഭയം അവരുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ആ അവസ്ഥയിൽ തന്നെയാണ് പുഞ്ചിരിമട്ടവും ചൂരൽമലയും വെള്ളാർമലയും ഒക്കെയുള്ളത്. ക്യാമറമാൻ സുമേഷ് മോരാജിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.